പെരുമ്പാവൂരിലെ ആൾക്കൂട്ട വിചാരണയിൽ പോലീസ് കേസെടുത്തു. യുവാക്കളുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് കേസ്. കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും തല മൊട്ടയടിച്ചു എന്നുമാണ് പരാതി. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്കറിയാം പെരുമ്പാവൂരിൽ വലിയ തരത്തിലുള്ള ലഹരി ഉപയോഗമുണ്ട്. പെരുമ്പാവൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസിന്റെ വലിയ പരിശോധന, ആഭ്യന്തരമന്ത്രി അടക്കം അവിടെ എത്തിക്കൊണ്ട് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം നടത്തുന്ന സാഹചര്യമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ഈ മർദ്ദനമേറ്റ 3 പേർ, ഗോകുൽ, ആൽബി, അതോടൊപ്പം തന്നെ അൽഫാസ്, ഇവർ 3 പേരും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ ഫാക്ടറി ജോലി കഴിഞ്ഞ് ഇവർ നടന്നു പോകുമ്പോഴാണ് ഒരു സംഘം ആളുകൾ ബൈക്കിലെത്തി ഇവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിങ്ങൾ കഞ്ചാവ് വിൽപ്പനക്കാരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, കഞ്ചാവ് വിൽപ്പനക്കാരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം ഇവരോട് കയ്യിൽ കഞ്ചാവുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യം ചെയ്ത് ഇവരെ മർദ്ദിച്ച് അവിടെ വെച്ച് തന്നെ തല മുണ്ടനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. 3 പേരുടെയും മുടി പൂർണ്ണമായി മൊട്ടയടിച്ചിരിക്കുകയാണ് ഈ ബൈക്കിലെത്തിയ സംഘം. എന്തായാലും അവർ ഫാക്ടറിക്ക് അടുത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ഫാക്ടറി ഉടമസ്ഥൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ആ സംഭവ സമയത്ത് അവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവർ 3 പേർക്കുമെതിരെയാണ് ഇത്തരത്തിലൊരു മർദ്ദനവും പിന്നീട് ഇവരുടെ തല മൊട്ടയടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും പെരുമ്പാവൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. എന്തായാലും ആരാണ് ഇവരെ ഇത്തരത്തിൽ മർദ്ദിച്ച് തലമുണ്ടനം ചെയ്തവർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. അഭിലാഷ്, ഇത്തരം ആക്രമണങ്ങൾ പൊതുവിൽ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ്. അതിനിടയിലാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. അത് മാത്രവുമല്ല, നവമി സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ മലയാളികൾക്ക് അവിടുത്തെ പശ്ചാത്തലങ്ങളൊന്നും നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ അധികമായി തമ്പടിക്കുന്ന ഒരു മേഖല കൂടി ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. PSC കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.